ഹായ് ഫ്രണ്ട്സ്, സുമ ലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പാൽപ്പൊടി ഉപയോഗിച്ച് പാലട തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അതിനായി ഒരു ഗ്ലാസ് പാലട എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് പാൽപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പാൽപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതൊഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി പാലൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുതിർക്കാൻ വെച്ചിരിക്കുന്ന പാലട ഇവിടെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പാലട ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ച് കുറുകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് കുറുകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാലടയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പാല് നന്നായി കുറുകി വന്നു. ഇനി നമുക്കിതിലേക്ക് കളറിന് വേണ്ടിയിട്ട് പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ചേർത്താൽ പാലടയ്ക്ക് കുറച്ച് കളറ് കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 3 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പഞ്ചസാര നന്നായി കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാലടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറക്റ്റ് പാലടയുടെ കളറായിരിക്കും കിട്ടുക. ഞാനിവിടെ നെയ്യിൽ മുന്തിരി അണ്ടിപ്പരിപ്പ് ഒന്നും വറുത്തിടുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. നന്നായി ഇളക്കി കൊടുത്തപ്പോൾ നമ്മുടെ പാലടയുടെ കളറ് കറക്റ്റ് വന്നിട്ടുണ്ട്. ഒന്നൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ പാലട ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.